ചോർച്ച പരിശോധിക്കേണ്ടത് എഞ്ചിനീയർമാരാണ്. ചോർച്ച ഉണ്ടെന്ന് പരിശോധിക്കേണ്ടത്. ആ ചോർച്ച പരിശോധിക്കണം. ഇപ്പോഴും ആളുകൾക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ രാഹുൽ ഗാന്ധി കല്ലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പണി തുടങ്ങിയില്ല എന്നാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല ആ വീട്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപട്യമായിരുന്ന ഉദ്ഘാടനം പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാക്കി പിറ്റേ ദിവസം താക്കോൽ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ എത്ര ദിവസമായി ഉദ്ഘാടനം നടത്തിയിട്ട്? ഉദ്ഘാടനം നടത്തിയത് തന്നെ കാപട്യമാണ്. പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിനെ ആഘോഷിച്ച് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഇപ്പോൾ ഒരാൾക്ക് പോലും എൻ്റെ അകത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ അപ്പൊ ആരാണ് കളിപ്പിച്ചത്? ഞങ്ങളെ കുറിച്ച് എന്താ ആക്ഷേപിച്ചത്? രാഹുൽ ഗാന്ധി കല്ലിട്ടതിന്റെ പിറ്റേ ദിവസം പണി തുടങ്ങിയില്ല അല്ലേ? അതല്ലേ ആക്ഷേപിച്ചത്. അപ്പൊ ഇവർ ഉദ്ഘാടനം ചെയ്തെടുത്ത ആള് താമസവും തുടങ്ങിയിട്ടില്ല. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി. എന്ത് നാടകമാണ്! മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കുന്നത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? ആ മന്ത്രിമാരാണോ? ഇപ്പൊ പാലം വീണ പരിശോധിക്കണ മന്ത്രിയാണോ? മന്ത്രി ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. ഇത് തന്നെ ഏച്ചുകെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഞാൻ പറയല്ലോ, കാലം ഇതിനെല്ലാം കണക്ക് ചോദിക്കും. തെറ്റായ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയതിന്റെ ഓരോന്നായിട്ട് പുറത്തു വരിക. അത് പുറത്തു വരും. ഇനിയുണ്ടല്ല ഒരുപാട് കാര്യങ്ങൾ. ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കാൻ പോകുന്നു. ആ കേസിലെ പ്രതികൾക്ക് ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചു. സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്ക് ജാമ്യമോ എന്ന് ചോദിച്ച് പറഞ്ഞുകൂടി. ജാമ്യം ഒന്നും കൊടുത്തില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയിൽ സമ്മർദ്ദം ചെലുത്തി. അവിടെ പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് കിട്ടി. എല്ലാവരും പുറത്തിറങ്ങി. ഇനി ഒരു തെളിവും ബാക്കിയുള്ളത് ഉണ്ടാവില്ല. ഒരു തെളിവുമില്ലാതെ ഈ കേസ് അവസാനിക്കും എന്ന് നിയമസഭാ മന്ദിരത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞ ആളാ. അപ്പൊ എന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? കോടതിക്കെതിരായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, കോടതി വിധിക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ കേരളത്തിലെ ഒരു മലയാളിയുടെ ഉത്കണ്ഠയാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ പങ്കുവച്ചത്. ഈ കേസ് എങ്ങും എത്താതെ അന്വേഷിക്കുകയാണ്. ED ഒന്നും നിങ്ങൾ എന്തേ പറഞ്ഞത്? പിണറായി വിജയന്റെ സർക്കാരും CPM-ഉം ബന്ധപ്പെട്ട കേസിൽ ED എവിടെയെങ്കിലും അന്വേഷിക്കുക? ഏതെങ്കിലും കേസ് അന്വേഷിക്കുക? ഏത് കേസ് അന്വേഷിക്കണ? SIO അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലെ? ഒരു സീരിയസ് ഫ്രോഡ് SFI അല്ലെ? SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ, അവരന്വേഷിക്കുന്ന ആ കേസ് അവിടെ പോയി. പിന്നെ ED ഒരു സമൻസ് അയച്ചിട്ടുണ്ടായല്ലോ മുഖ്യമന്ത്രിയുടെ മകന്, അതെവിടെ പോയി? പിന്നെയാണ് ശബരിമല.